അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അഭിമുഖം പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഭിമുഖമാണ്. പ്രസിഡന്റ് ട്രംപിനോട് ആക്സിസ് ഷോയിൽ അവതാരകൻ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊരു ചോദ്യം, ഇന്ന് ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ലോക നേതാക്കൾ ആരാണ്? അതായത് കേവലം അധികാരം, സ്വാധീന ശക്തി, കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള കഴിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണെന്നാണ് താങ്കൾ കരുതുന്നത് എന്നായിരുന്നു ചോദ്യം. അതിന് മറുപടിയായിട്ട് ട്രംപ് ഷീ ജിൻപിങ്ങിന്റെയും നരേന്ദ്രമോദിയുടെയും പേരാണ് പറഞ്ഞത്. രണ്ടുപേരും സ്മാർട്ടാണ്, യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മാത്രമല്ല, മോദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ 1.5 ബില്യൺ ജനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം. ഇന്ത്യയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം. മോദി ഒരു മികച്ച നേതാവാണ്. ഞങ്ങൾ അവരുമായി ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തുല്യമായ കച്ചവടമാണ് ചെയ്യുന്നത്. മുൻപ് അവർ നമ്മളെ ശരിക്കും ചൂഷണം ചെയ്യുകയായിരുന്നു. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം ഇതിന് അനുവാദം നൽകിയ വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് കച്ചവടം നടത്തുന്നുണ്ട്. അവർക്കതിൽ വലിയ താല്പര്യമില്ല. കാരണം മുൻപ് അവർക്ക് ഇതിലും വലിയ ലാഭമുണ്ടായിരുന്നു. എങ്കിലും മോദി മികച്ച ഒരു നേതാവാണ്. തുടർന്ന് ഷീ ജിൻപിങ്ങിനെ കുറിച്ചും ഇതുപോലെ തന്നെ സംസാരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം മോദിയെയും ഷീ ജിൻപിങ്ങിനെയും കുറിച്ച് ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അവർ ക്ലാസിക്കുകളാണ്, അറിയാമോ? അതായത് അവരിൽ ആരെങ്കിലും ഒരാളെ കുറിച്ച് ഒരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ആ വേഷം ചെയ്യാൻ പറ്റിയ ഒരാളെ പോലും നിങ്ങൾക്ക് ഹോളിവുഡിൽ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം. ഷീ ജിൻപിങ്ങിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹം നല്ല ഉയരമുള്ള ആളാണ്. 6 അടി 2 ഇഞ്ച് ഉയരമുണ്ട്. മികച്ച ശരീരഭംഗിയും മികച്ച ആത്മവിശ്വാസമുള്ള അദ്ദേഹം കഠിനമായ ബുദ്ധിശാലിയാണ്. നരേന്ദ്രമോദി തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. കടുത്ത ആദരവർഹിക്കുന്നയാൾ. മോദിക്ക് മുൻപുള്ള ഇന്ത്യയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോ വർഷം കൂടുമ്പോഴുമൊക്കെ ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് പ്രധാനമന്ത്രി മോദി അവിടെ എത്തുന്നത്. 12 വർഷത്തിലേറെയായിട്ട് അദ്ദേഹം അവിടെ ശക്തമായി തുടരുകയാണ്. വളരെ ശാന്തതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ശാന്തനായ വ്യക്തി അല്ല താനും. എനിക്കറിയാവുന്ന യഥാർത്ഥ മോദി ഒരു ടഫ് കുക്കി അഥവാ കീഴടങ്ങാത്ത കഠിന മനസ്കനായിട്ടുള്ള ഒരാളാണ്. വളരെ ശക്തനായ ഒരു മനുഷ്യൻ എന്നാണ് നരേന്ദ്രമോദിയെ കുറിച്ച് ട്രംപ് പറഞ്ഞത്. ഈ ഇന്റർവ്യൂവിന്റെ ഈ ഭാഗങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ആർക്കും പോയി കാണാം. വെറുതെ വന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് അങ്ങ് തള്ളി മറിക്കുന്നതല്ല, ഇത് ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും കൗതുകമുള്ള കാര്യം, ഇപ്പൊ ഈ ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളെയൊന്നും നമ്മൾ ആരും മുഖവിലേക്ക് എടുക്കാറില്ല. ട്രംപ് എപ്പോഴും പറയും മോദി ഗ്രേറ്റ് ആണ്, ഷീ ജിൻപിങ് ഗ്രേറ്റ് ആണ്, ഏത് ലീഡറിനെ കണ്ടാലും ഇദ്ദേഹം നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്, ഗ്രേറ്റ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഇത് ട്രംപിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ സാധാരണ ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, അവതാരകൻ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. അതായത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ശക്തനെന്ന് കരുതുന്ന അല്ലെങ്കിൽ മികച്ചത് എന്ന് കരുതുന്ന രണ്ട് ലോകത്തെ ഭരണാധികാരികളെ പറയാൻ പറഞ്ഞപ്പോൾ ട്രംപിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. ഷീ ജിൻപിങ്ങിന്റെ മോദിയുടെയും പേര് ഡയറക്റ്റ് ആയിട്ട് ട്രംപ് പറഞ്ഞു എന്നതാണ്. ഷീ ജിൻപിങ്ങിന്റെ പേര് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവറാണ്. 19-20 ട്രില്യൺ US$ ആസ്തിയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ആ ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ ഒരു മടിയും കാണിക്കില്ല. മൂന്നാമത് ടോട്ടൽ എക്കണോമി GDP, നോമിനൽ GDP എടുത്താൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത് നിലവിലുള്ള ജർമ്മനിക്ക് 5 ട്രില്യൺ US$ എങ്ങാണ്ടേ ഉള്ളൂ. അതായത് അമേരിക്ക ഏതാണ്ട് 30 ട്രില്യന് മുകളിൽ US$ GDP ഉണ്ട്. ചൈനയ്ക്ക് 20 ട്രില്യൺ അടുത്തുണ്ട്. മൂന്നാമത് നിൽക്കുന്ന രാജ്യം 5-6 ട്രില്യൺ അടുത്തേ ഉള്ളൂ. അപ്പൊ ഈ ചൈനയും അമേരിക്കയും GDP-യുടെ കാര്യത്തിൽ എത്ര മുമ്പിലാണ് എന്നുള്ളത് നമ്മളിവിടെ നോക്കണം. ഇന്ത്യ പുറകിലേന്ന് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇനിയും ഒരു 10-15 വർഷം കൊണ്ടേ നമുക്ക് ഈ പറയുന്ന 15 ട്രില്യൺ അടുത്തോട്ടൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അന്ന് അത്ര എളുപ്പമല്ല. ഒരുപാട് ദൂരം ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബഹുമാനത്തോടെ കാണണമെന്ന് പറഞ്ഞ, ശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള നരേന്ദ്രമോദി 4.2 ട്രില്യൺ US$ GDP ഉള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ മോദിനെയാണ് ഇത്രയും റെസ്പെക്റ്റോടെ ട്രംപ് സംസാരിച്ചത് എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളിവിടെ പല ആളുകളും നരേന്ദ്രമോദിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താറുണ്ട്. GDP പെർ ക്യാപിറ്റ ഇന്ത്യ വളരെ പുറകിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ കോമഡിയാണ് തോന്നുന്നത്. പറയണേട്ടാ തോന്നുന്നു 2014 വരെ ഇന്ത്യ GDP പെർ ക്യാപിറ്റയിലെ ആദ്യത്തെ 5 സ്ഥാനങ്ങളിലും 10 സ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. മോദി വന്നിട്ട് താഴെ പോയതാണെന്നും.
2013 മോദി വരുമ്പോൾ $2 ട്രില്യൺ താഴെയായിരുന്നു ഇന്ത്യയുടെ നോമിനൽ GDP. പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 1950 എങ്ങാണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഏതാണ്ട് $3000 മുകളിലേക്ക് വന്നു. നമ്മുടെ ടോട്ടൽ GDP 2014 ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിക്ക് മുകളിലേക്ക് വന്നു. ഇത്രയെങ്കിലും ഇന്ത്യ ശക്തമായത് മോദിയുടെ കാലഘട്ടത്തിലാണ് എന്നതാണ് വാസ്തവം. ഇതൊന്നും അറിഞ്ഞിടാത്ത ആൾക്കാരാണ് ഇന്ത്യ പെർ ക്യാപിറ്റയിൽ പുറകിലാണ്, ടോട്ടൽ GDPയിൽ മാത്രമായിരുന്നു മുന്നിലെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നത്. സോ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിനും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ലോക രാജ്യങ്ങൾക്കും നന്നായിട്ട് അറിയാം ഇതിനകത്തുള്ള ആളുകൾ രാഷ്ട്രീയമായി മോദിയെ എതിർക്കുമ്പോഴും പുറത്തുനിന്ന് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളത്. മാത്രമല്ല അമേരിക്കയും ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു റിലേഷൻ അല്ല ഇപ്പോഴുള്ളത് എന്ന് രണ്ടുപേരുടെയും കൂടിക്കാഴ്ച കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇങ്ങനൊരവസരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്രയേറെ പുകഴ്ത്തി ട്രംപ് സംസാരിച്ചത് എന്ന് മറക്കരുത്. അതായത് ട്രംപിനും അറിയാം മോദിയുടെ കരുത്ത്. പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്ന, ട്രംപിനെ കാണുമ്പോൾ മുണ്ടഴിച്ചിടുന്ന നേതാവായിരുന്നു മോദിയെങ്കിൽ ട്രംപ് ഇങ്ങനെ മോദിയെക്കുറിച്ച് വാചാലനാവില്ല. അമേരിക്കയുടെയും ട്രംപിന്റെയും തിട്ടൂരങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാതെ ചങ്കൂറ്റത്തോടെ നേരിട്ടപ്പോഴാണ് പ്രസിഡന്റ് ട്രംപിന് പോലും ബഹുമാനം തോന്നിയ വ്യക്തിയായിട്ട് നരേന്ദ്രമോദി മാറിയത്. ഇവിടെയാണ് വ്യത്യാസം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.